ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന ടോപ്പിക്കിലായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ പുതിയൊരു സെഷൻ ആണ് ഇന്ന്. ഇത് നമ്മൾ ചെറിയൊരു ടോപ്പിക് മാത്രം. എന്താണ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്, ഓഡിറ്റിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് to ascertain true and correct state of affairs of the institution or organization. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് ആ സ്ഥാപനത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ്, ട്രൂ ആൻഡ് കറക്റ്റ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒബ്ജക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഡിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ എടുത്താൽ അതിൽ ഫിക്സഡ് അസറ്റ് ഉണ്ടായിരിക്കും. ആ ഫിക്സഡ് അസറ്റ് ആ സ്ഥാപനത്തിൽ എക്സിസ്റ്റിംഗ് ആണോ, അത് കറക്റ്റ് ആണോ, അതുപോലെ മറ്റുള്ള അസറ്റുകളും ലയബിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ലോസ് എക്സ്പെൻസുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കുന്നത് ഈ നമ്മളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കറക്റ്റ് വ്യൂ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ അതിന് സബായിട്ട് വരുന്നതാണ് മറ്റു കാര്യങ്ങൾ. ഈ പ്രോസസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് സാധിക്കും? അതിൽ ക്ലറിക്കൽ എറേഴ്സ് അല്ലെങ്കിൽ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾക്ക് അറിയാം ഒരുപാട് തരത്തിലുള്ള എറേഴ്സ് ഉണ്ടല്ലോ. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, ഒമിഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എറേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലറിക്കൽ എറേഴ്സ് എല്ലാം ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതും ഓഡിറ്റിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ ഫ്രോഡ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നോ, ക്യാഷ്യർ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്നൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫ്രോഡ്, തിരിമറികളോ എന്തെങ്കിലുമൊക്കെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതും ഓഡിറ്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ ഫ്രോഡ് പ്രിവെന്റ് ചെയ്യുക, ഫ്രോഡ് വരാതിരിക്കാൻ വേണ്ടിയുള്ള മെഷേഴ്സ് സ്വീകരിക്കുക, അത് തടയുക എന്നുള്ളതും, ഫ്രോഡ് അതുപോലെ എറേഴ്സ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും ഓഡിറ്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഇപ്പോ ഇത്തരം പർപ്പസിന് പൊതുവെ ഇന്റേണൽ ഓഡിറ്റേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് സ്റ്റാഫ് ചെയ്യുന്നതും ഇന്റേണൽ ഓഡിറ്റ് ആണ്. അത് മാത്രമല്ല, നമ്മൾ എക്സ്റ്റേണൽ ഏജൻസിയെ നമ്മൾ മറ്റൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമിനെയൊക്കെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റിംഗ് പർപ്പസിന് അപ്പോയിന്റ് ചെയ്യും. അതായത് ഇവിടെ ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പർപ്പസ് അല്ല. ടാക്സിനോ അല്ലെങ്കിൽ മറ്റ് ലീഗൽ കാര്യങ്ങൾക്കോ വേണ്ടി ഗവൺമെന്റ് പറയുന്ന ഓഡിറ്റ് അല്ല. നമ്മൾ നമ്മളുടെ സ്ഥാപനത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് ഒരുപക്ഷെ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണക്കിലുള്ള ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രോസസ്സൊക്കെ ക്ലിയർ ആക്കുന്നതിനോ, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ചെക്ക് ചെയ്യുന്നതിനോ പല കാര്യങ്ങൾക്കും ആവാം ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ഫോറൻസിക് ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുക, അത് പ്രിവെന്റ് ചെയ്യുക, ഫ്രോഡ് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും ഓഡിറ്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എറേഴ്സ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറേഴ്സ്, അതിന് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത സെഷനിൽ നമുക്ക് കാണാം.